എഥനോൾ ചേർത്ത പെട്രോളിന്റെ എക്സൈസ് തീരുവ ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 22 മുതൽ 30% വരെ എഥനോൾ ചേർത്ത ഇന്ധനത്തിനാണ് ഇളവ്. നിലവിൽ ലഭ്യമാകുന്ന പെട്രോളിന്റെ വിലയേക്കാൾ 20 രൂപ E85 പെട്രോളിന് കുറവായിരിക്കും. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ഈ 22 മുതൽ 30% വരെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പമ്പുകളിൽ ലഭിക്കുന്ന പെട്രോളിൽ എത്ര ശതമാനം എഥനോളാണ് ഉള്ളത്? അജിൻസ്, രാജ്യത്ത് ഉപയോഗിക്കുന്ന എത്തനോളുകളുടെ കണക്ക് അത് ഓരോ പെട്രോളിയം കമ്പനിയിലും വ്യത്യസ്തമായാണ് ഉപയോഗപ്പെടുത്തുന്നത്. 20% മുതൽ 70% വരെ എത്തനോളുകൾ ഇന്ത്യയിലെ പെട്രോൾ പമ്പുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്തായാലും 22% മുതൽ 32% വരെ എത്തനോൾ ചേർത്ത് നൽകുന്ന ഇന്ധനത്തിനാണ് ഇപ്പോൾ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ഇത്തരത്തിൽ പെട്രോളിന് വില വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്രോൾ ഇറക്കുമതി കുറക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ E85 പെട്രോളിന് കൂടുതൽ വില കുറയാനുള്ള സാധ്യത കൂടി ഉണ്ട്. കാരണം 15% അധികം ആണ് ഈ E85 എഥനോൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ തോതിലുള്ള പണം ചിലവ് കുറക്കാനാകുമെന്നുള്ളതാണ് പെട്രോളിയം മന്ത്രാലയം വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ചില പ്രതിസന്ധി കൂടി നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് E85 പെട്രോൾ പമ്പുകൾ പൊതുവെ കുറവാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് തരത്തിലായിരിക്കും ജനങ്ങളെ ബാധിക്കുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. അത് തന്നെയാണ് പ്രശ്നം. നമ്മളിപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്ന എല്ലാ പെട്രോൾ പമ്പുകളിലും ലഭിക്കുന്നത് 20% എഥനോൾ ചേർത്ത പെട്രോളാണ്. 20% മുകളിലുള്ള പെട്രോൾ വിൽക്കുന്ന പെട്രോൾ പമ്പുകളേ ഇല്ല എന്ന് പറയാം. എവിടെയാണെന്ന് നമുക്ക് അറിയുമില്ല. അപ്പോൾ ഫലത്തിൽ അങ്ങനെ വില കുറയില്ല. അതെ, തീർച്ചയായും ഫലത്തിൽ വില കുറയാനുള്ള ഒരു സാധ്യതയില്ല. നമുക്ക് E85 രാജ്യ തലസ്ഥാനത്ത് പോലും 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു പെട്രോൾ പമ്പ് ആരംഭിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളം അടക്കമുള്ള പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ വില ലഭ്യത അത് കാര്യമായി തന്നെ പ്രകടമാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇത്തരത്തിൽ തീരുവ കുറച്ചുകൊണ്ട് പെട്രോളിന്റെ ഇറക്കുമതി കുറക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് പെട്രോളിയം മന്ത്രാലയം കടന്നിരിക്കുന്നത്. കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം ഇറക്കുമതി ചെയ്യുന്നതോടുകൂടി വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ രാജ്യം നേരിടുന്നുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇതുമായി ബന്ധപ്പെട്ട് പെട്രോളിയം മന്ത്രാലയത്തോട് സംസാരിക്കുകയും ഈ സാമ്പത്തിക ഞെരുക്കം കുറക്കുന്നതിന്റെ ഭാഗമായി എത്തനോൾ ഇതിലൊക്കെ തന്നെയും ഇത്തരത്തിൽ തീരുവ കുറക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇനി ഈ ഒരു പരിഷ്കാരം അത് രാജ്യത്ത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ E85 മാത്രമായിരിക്കും 20 രൂപ കുറയുക. പക്ഷേ E85 പമ്പുകൾ E85 എന്ന് പറഞ്ഞാൽ 85% പെട്രോളും 85% എഥനോളും 15% മാത്രം പെട്രോളുമുള്ള പെട്രോളാണ്. അത് എവിടെ കിട്ടുന്നു? അത് രാജ്യത്ത് ലഭ്യമാണോ? അപ്പോൾ നിലവിൽ രാജ്യത്ത് ലഭ്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഇത്തരം പെട്രോൾ പമ്പുകൾ പ്രവർത്തിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തെ നിലവിൽ ഒരു പെട്രോൾ പമ്പ് മാത്രമാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മുംബൈ, കൊൽക്കത്ത അടക്കമുള്ള സംസ്ഥാന മേഖലകളിലും ഇത്തരത്തിലുള്ള പെട്രോൾ പമ്പുകൾ ഉണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഇതിന്റെ ഗുണം ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്. കാരണം ഇത്തരം പെട്രോളുകൾ ഉപയോഗിക്കുമ്പോൾ മാത്രമായിരിക്കും 20 രൂപയോളം കുറവുണ്ടാവുക, സാധാരണ നിലത്തേക്കാൾ കുറവുണ്ടാവുക. പക്ഷേ അത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കുറവാണ്. മാത്രമല്ല ഇത്തരം പെട്രോൾ പമ്പുകളും രാജ്യത്ത് ലഭ്യമാകുന്ന പെട്രോളിന്റെ ബഹുഭൂരിഭാഗവും 20% എഥനോൾ ചേർത്ത E20 പെട്രോളാണ്. 20% മുതൽ 85% വരെ എഥനോൾ ചേർക്കുന്ന പെട്രോളുകൾ ലഭ്യമാണെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അത് ലഭ്യമാകുന്ന പെട്രോൾ പമ്പുകളില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ 90% വാഹനങ്ങളും പഴയ മോഡലായതുകൊണ്ട് ഈ E20 പെട്രോൾ തന്നെ മിസ്സിങ്ങും മറ്റ് എൻജിൻ കേടുപാടുകളും വരുത്തുന്നു എന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോഴാണ് സർക്കാർ വില കുറയ്ക്കുന്നു. ഏതിന്? E85-നും E22-നും മേലുള്ളത്. കാരണം E22-ന് മേലെന്ന് പറഞ്ഞാൽ E20-ന് മുകളിലുള്ള പെട്രോൾ ബുക്കുകൾ കിട്ടാനില്ല. അതിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള വാഹനങ്ങളും രാജ്യത്ത് കുറവാണ്. അപ്പോൾ ഇതൊരു കണ്ണിപ്പൊടി മാത്രമാണ് എന്നാണ് വാർത്ത കേൾക്കുമ്പോൾ തോന്നുന്നത്.